കോപ്പടി എല്ലാവരെക്കാളും മുമ്പ് നമ്മളാണ് ഈവിൽ പാസിലേക്ക് പോകാൻ പോകുന്നത്. വേഗം വാ ബിഗ് ബോയ്, നമുക്ക് നമ്പർ 2 അല്ല നമ്പർ 1 ആണ് ആകേണ്ടത്. വേഗം വാ. എന്താ ഇത്? വാ പത്ലു. ആ വരൂ. Come on പത്ലു. എന്നെ കൊണ്ട് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല. ഇപ്പൊ ഇത്രയും വലിയ മല നമ്മൾ കേറണമെന്നാണോ? എടോ ഗസിറ്റ, എന്താണോ നീ ഞങ്ങളെങ്ങനെ കുടുക്കിയിരിക്കുന്നത്? തന്റെ വാക്കും കേട്ട് ഞാൻ ഇങ്ങോട്ട് വരാതെ ഇരുന്നുവെങ്കിൽ ഈ നേരം കൊണ്ട് ഞാൻ ജയിലിലെ ജോർണ ഇടിച്ച് പങ്ക്ചർ ആക്കിയനെ അറിയോ? ഇത് കുടിച്ചോ. Hey, stop! Stop in the name of God! പത്ലു. Yes, Motu! Hey, എന്തത്? രക്ഷിക്കണേ മമ്മി. എന്റെ അമ്മ, ഇവിടെ നോക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഞാൻ താഴോട്ട് നോക്കില്ല. എടോ നീ എന്തുവായി ചെയ്യുന്നത്? ഞാൻ താഴെ വീഴും പറഞ്ഞേക്കാം. പൊട്ടാണോ നിനക്ക്? എത്ര ഭംഗിയുള്ള പൂക്കളായത്. കോപ്പടി എടാ മണ്ടക്കൊടാപ്പ, 2 പുസ്തകം കൂടുതൽ പഠിച്ചിരുന്നെങ്കിൽ നിനക്ക് കാടിലെ നിയമം എന്താന്ന് മനസ്സിലാകുമായിരുന്നു. നേരത്തെ കണ്ടിട്ടില്ലാത്ത പൂവോ പഴമോ ഒന്നും നമ്മൾ കൈകൊണ്ട് തൊടാനേ പാടില്ല. അതുപോലെ കഴിക്കാനും പാടില്ല. ഇതിലൊക്കെ വല്ല വിഷമുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ. മനസ്സിലായോ? എടാ പത്ലു, നേരം വെളുത്തപ്പോ തന്നെ റേസ് ആരംഭിച്ചതാ. ഇവന്മാരാണ് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ സമ്മതിച്ചില്ല. നല്ല വിശപ്പുണ്ട്. ഇപ്പൊ കുറച്ച് സമോസ കിട്ടിയിരുന്നെങ്കിൽ. എന്റെ മോട്ടു, ഇവിടെ എവിടെന്ന് സമൂസ കിട്ടാനാ? നീ നിന്റെ ഭാവനയിൽ തന്നെ ഇപ്പൊ സമൂസ കഴിച്ചോളൂ. വാ, ആഹാ, എന്തൊരു നല്ല മണമാടാ ഇതിന്. ഇത് തിന്നാനും പറ്റും. ഭയങ്കര ടേസ്റ്റിയാണ്. ചങ്കേന്റെ ബ്രോ, ഈ പൂവ് ഒരിക്കലും മണത്ത് നോക്കരുത്. ഇത് കണ്ടപ്പോഴേ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയതാ, ഇത് എന്ത് പൂവായിരിക്കുമെന്ന്. അതെ, ഈ പൂക്കള് കഴിച്ചു കഴിഞ്ഞാലേ പിന്നെ മനുഷ്യന്റെ മനസ്സിൽ എന്ത് ആലോചിക്കുന്നോ അത് തന്നെ എല്ലാവിടെയും കാണാൻ തുടങ്ങും. ഇതിനെ അതുകൊണ്ടാണ് ഹാലോസിനേറ്റിംഗ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ജയ് ഹോ സമോസ സമോസ. ഇവിടേക്കാരാ കുട്ടിയെയും കൊണ്ട് വന്നിരിക്കുന്നേ? ഇവിടേക്കാരാ കുട്ടിയെയും കൊണ്ട് വന്നിരിക്കുന്നേ? ആരുടെ കുട്ടിയാ കരയുന്നേ? സമോസ 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 സമോസയൊന്നല്ല. ഞാൻ സമോസയൊന്നല്ല. അങ്ങോട്ട് പോ. എന്റെ പുറകെ വരല്ലേ. സമോസ 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 സമോസ.
എന്താ മോട്ടു? എന്താ കാര്യം അറിയില്ല പത്ലു. വയറ് ഭയങ്കരമായിട്ട് നിറഞ്ഞിരിക്കുന്ന പോലെ തോന്നുന്നു. അത് പിന്നെ മോട്ടു നീ ഇത്ര വലിയ സമോസ കഴിച്ചല്ലോ, അതാണ് കാരണം. അതെ, പക്ഷെ ഞാനിവിടെ കുട്ടികളുടെ ഒച്ച കേട്ടിരുന്നു. ഇവിടെ കുട്ടികൾ എവിടെയാ കുട്ടികള്? അതൊന്നുമില്ല മോട്ടു, ആ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്ന സമൂസ നീ വാങ്ങിച്ച് തിന്നതാ. അതുകൊണ്ട് ആ ചെറിയ കുട്ടി മമ്മി മമ്മീന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ കൂട്ടുകാരനെ കളിയാക്കരുത്. അവൻ മുതിർന്നവനാണ്. അവന് ശബ്ദമില്ലാത്തതാണ് അവന്റെ പ്രശ്നം. അതുകൊണ്ട് അവന് സംസാരിക്കാൻ കഴിയാത്തത്. ഇയാൾ എന്നോട് എന്താ ഇത്ര ചൂടാവണേ? എന്റെ അമ്മോ മോട്ടു, അതിന് കാരണം നീ ഇത്രയും വലിയ സൈസുള്ള സമോസയാണ് അകത്താക്കിയിരിക്കുന്നത്. യു നോ. അയ്യോ അമ്മ. കേറ് പത്ലു, കേറ്. അയ്യോ എന്റെ അമ്മ. ഹണ്ടറേട്ടാ, ഏട്ടനൊന്നും സംഭവിച്ചില്ലല്ലോ. ശരി, വാ നമുക്ക് ആദ്യം ഇത് തള്ളി മാറ്റാം. എല്ലാ കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ നമ്മുടെ പാതയിൽ നിന്ന് മാറ്റാം. പിന്നെ 500 കോടിയും നമുക്ക് സ്വന്തം, അതായത് എനിക്ക്. അയ്യോ ചേട്ടാ, ചേട്ടൻ എന്തായി പറയുന്നേ? മോട്ടു പത്ലു എന്റെ ജീവൻ രക്ഷിച്ചവരാ. അറ്റ്ലീസ്റ്റ് അവരെങ്കിലും നമ്മൾ ഒന്നും ചെയ്യരുത്. അയ്യോ. 2 പുസ്തകം കൂടുതൽ വായിച്ചിരുന്നെങ്കിൽ ഹ്യൂമൻ ബിഹേവിയറിനെ കുറിച്ച് നിനക്ക് മനസ്സിലായോ? ഈ ജീവിതം ഒരു പോർക്കളമാണ്. ഇവിടെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും അവരവരുടെ ആയുധം ഉപയോഗിക്കണം. മോട്ടുവിന്റെ ആയുധം എന്ന് പറയുന്നത് നല്ല ഗുണമാണ്. അവരെല്ലാവരുടെ അടുത്ത് നന്നായിട്ട് പെരുമാറി എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്നു. അതുകൊണ്ടാണ് എല്ലാവരും അവരുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ ആയുധം ചീത്ത ഗുണമാണ്. ഉടായിപ്പ്, വിശ്വാസവഞ്ചന, പിന്നെ തരികിട. ഈ 500 കോടി പോരാട്ടത്തില് ഉടായിപ്പ് എന്ന ആയുധമാണ് പ്രയോഗിക്കേണ്ടത്. ഇവിടെ വേണ്ടത് നല്ല ഗുണമല്ല. മനസ്സിലായോ? നിനക്ക് മനസ്സിലായോ ഇല്ലയോന്ന്? മനസ്സിലായി. എന്താ മനസ്സിലായത്? റിപ്പീറ്റ് ചെയ്യേ. നമ്മുടെ ആയുധം ദുഷ്ടചിന്തയാണ്. പറ്റിക്കുക, ദ്രോഹിക്കുക, എല്ലാരും ചതിക്കുക. ഇതെന്താ ബിഗ് ബുള്ളി ചേട്ടാ, ഒന്ന് മണത്തറിഞ്ഞ് പറഞ്ഞതാ ഇത് എന്ത് അപകടമാണെന്ന്. അയ്യോ ചാടിക്കോ. മോട്ടു മുകളിലേക്ക് വാ. ഇങ്ങോട്ട് വാ. അടിപൊളി പത്ലു. യെസ്, നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഫ്ലോട്ടിംഗ് ഐലൻഡ്. അല്ല ഹൺഡ്രേട്ടാ, ഇനി നമ്മൾ എങ്ങനെയാ പോവുക? പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ലാട്ടാ. ഹൺഡ്ര ചേട്ടാ, ബാക്കിയുള്ളവർ ഇവിടെ എത്തി. വാ നമുക്ക് വേഗം പോവാം. നമ്മളല്ലേ ആദ്യം വന്നത്, അപ്പൊ നമ്മൾ തന്നെ വിജയിക്കണം. അയ്യോ. 2 പുസ്തകം കൂടുതൽ വായിച്ചിരുന്നെങ്കിൽ ഇവിടെ നിന്ന് മാത്രം അപകടം ഉണ്ടായിരിക്കുമെന്ന് നിനക്ക് മനസ്സിലായേനെ. അതുകൊണ്ട് നമുക്ക് ആദ്യം ആരെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞുവിടാം. Follow me. ഓ നോ, ഇനി ഫ്ലോട്ടിംഗ് ഐലൻഡ് എങ്ങനെയാ കടന്നുകൂടണ്ടേ? ബാക്ക് പാക്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒന്ന് ഉണ്ടാവും. നോക്ക്. എന്റെ അമ്മോ, ഈ പോഗോ സ്റ്റിക്കിന്റെ സഹായത്തോടെ ഫ്ലോട്ടിംഗ് ഐലൻഡ് കടക്കണം. ദിസ് ഈസ് ഇംപോസിബിൾ. മോട്ടുപത്രു, എന്നെ കൂട്ടിട്ട് പോയേക്ക. എന്റെ ഗ്രാമത്തിന് നല്ലതിനു വേണ്ടി ഞാൻ എന്റെ ജീവൻ ഒരിക്കലും പണയം വെക്കില്ല. വരും, നമുക്ക് മടങ്ങി പോയേക്കാം. വരൂ. അല്ല, ഇതെന്താ പുറകോട്ട് പോകുന്നേ? അങ്ങോട്ട് പോകരുത്. അരുത്.
മോട്ടു പത്ലു ഇത് റിവേഴ്സ് ഡയറക്ഷനിലാ പോകുന്നേ. ശരി വാ നമുക്ക് പോകാം. നമുക്ക് പോവാം. ആ, ഈ പോഗോ സ്റ്റിക്കില് റിവേഴ്സ് ഗിയറും ഉണ്ടല്ലേ. ബിഗ് ബുൾ ചേട്ടാ, നിങ്ങൾ വരുന്നില്ലേ? താങ്ക് യു, നിങ്ങൾ എന്റെ ജീവൻ രക്ഷിച്ചു. പക്ഷെ താഴെ വീഴുന്ന സമയത്ത് എന്റെ കാലിൽ നല്ല പരിക്കേറ്റിട്ടുണ്ട്. ഫ്രാക്ചർ ആയെന്ന് തോന്നുന്നു. എനിക്കിനി അങ്ങോട്ടൊന്നും പോകാൻ കഴിയില്ല. നിങ്ങൾ പോയിട്ട് വരൂ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോട്ടു. നിങ്ങൾ എല്ലാരും പോയിക്കോ. ബിഗ് ബുൾ ചേട്ടാ, ഞാൻ പറയുന്ന ഒരു കാര്യം കേട്ടോ. നിങ്ങളുടെ ശബ്ദത്തിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ സംസാരിച്ചോണ്ടിരുന്നോ. ശബ്ദം ഒരിക്കലും അമക്കി പറയണ്ട. ഒരു പക്ഷെ നിങ്ങൾ സാധാരണമായിട്ട് സംസാരിച്ചോണ്ടിരുന്ന നിങ്ങളുടെ ശബ്ദം തുറക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ മോട്ടു ഫ്രണ്ട്, ഞാൻ ഓർത്തു വെച്ചോളാം. ബൈ ബൈ ബിഗ് ബുൾ. വരൂ, നമുക്ക് ഇത് വെച്ച് തന്നെ മുന്നോട്ട് പോകാം. ഓൾ ദി ബെസ്റ്റ് മോട്ടു പത്ലു. ഓൾ ദി ബെസ്റ്റ് മോട്ടു പത്ലു. ഓൾ ദി ബെസ്റ്റ്. ആ, എന്റെ ശബ്ദം ശരിയായല്ലോ. മോട്ടു പത്ലു കാരണം എന്റെ ശബ്ദം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ആ, മോട്ടു പത്ലു, താങ്ക് യു. എനിക്ക് തോന്നുന്നു ബിഗ് ബുള്ളിന്റെ ശബ്ദം ശരിയായെന്ന്. താങ്ക് യു. Masa Costa Hauta! Watch India's largest kids library only on Jio Hotstar. Download the app now.